ഹായ്, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു പൊട്ടറ്റോ മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന അതേ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ പൊട്ടറ്റോ മസാലക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 പൊട്ടറ്റോ, മുഴുത്ത പൊട്ടറ്റോ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്കിയില നമ്മൾ വൈറ്റ് കളറിൽ കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അടുത്തായുള്ള ചേരുവകളാണ് നമ്മൾ 2 കഷ്ണം സവോള മുഴുത്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ 2 പച്ചമുളക് 3ആയി കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1 തക്കാളി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴുത്ത തക്കാളി നമുക്ക് എടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, മല്ലിയില. ബാക്കിയുള്ള മസാലകൾ നമ്മൾ പൊട്ടറ്റോ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പോകെ പറഞ്ഞുതരാം. നമ്മൾ പൊട്ടറ്റോ മസാലക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഏകദേശം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ പൊട്ടറ്റോ മസാലക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പെരിഞ്ചീരകമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ ചപ്പാത്തിയിലൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. പെരിഞ്ചീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടു. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കും. 2 ഉണക്കമുളകും പൊട്ടിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുമ്പേ പറഞ്ഞ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകൊക്കെ നന്നായിട്ട് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക. സവോള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലേശം ഉപ്പിട്ട് കൊടുക്കും. നമ്മുടെ സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണയുടെ കുറവുണ്ട്. നമുക്കൊരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, 1/4 ടീസ്പൂണോളം പെപ്പർ. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഒരെണ്ണയായി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാൽ ഒഴിച്ച് കൊടുക്കും. ഇതിലൂടെ കുറച്ച് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കണം, പൊട്ടറ്റോ വേവാനുള്ളത്. ബാക്കി ഇതിൽ കിടന്ന് നന്നായിട്ട് കുറുകി ടൈറ്റായിട്ട് വരും. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ പാലെടുത്ത പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തത്. ഏകദേശം നമ്മുടെ പൊട്ടറ്റോ മസാല റെഡിയായി ഇരിക്കുകയാണ്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം.
നമ്മുടെ പൊട്ടറ്റോ മസാലക്കറി റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും വീടുകളിൽ പോയി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചപ്പാത്തിക്കും നമ്മുടെ പൊറോട്ടയ്ക്കും ബ്രെഡിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു മസാലക്കറിയാണ്. നമ്മൾ റോസ്റ്റ് ടൈപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, ഒത്തിരി ചാറില്ലാത്ത രീതിയിൽ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പോയി ട്രൈ നോക്കുക. അടുത്ത എപ്പിസോഡിൽ പുതിയ ഐറ്റമായി വീണ്ടും കാണാം.